നമസ്കാരം. ലോകത്തിലെല്ലായിടത്തും ചതിയാണ് അല്ലേ? ആരും ആരെയും ചതിക്കും. എല്ലാവരും സ്വാർത്ഥരാണ്, ശരിയല്ലേ? ആർക്കും ആരെയും ഒട്ട് വിശ്വാസവുമില്ല, ആർക്കും ആരെയും വിശ്വസിക്കാനൊട്ട് കൊള്ളത്തുമില്ല. ഈ ചതിയെല്ലാം നടക്കുന്നത് പണത്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ഏതു വിധേനയും ആരെയും പറ്റിച്ച് എങ്ങനെയും കാശുണ്ടാക്കുക, അതും യാതൊരു അർഹതയും ഇല്ലാത്ത രീതിയിൽ പോലും. ഞാൻ ഇന്ന് ഈ വിഷയം ഇവിടെ പറയാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി ഉണ്ട് കേട്ടോ. ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ എനിക്കുമുണ്ടായി ഇത്തരത്തിൽ ചതിയുടെയും പറ്റിക്കപ്പെടലിൻ്റെയും ഒരു അനുഭവം. അതെന്താണ് എന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരാം. പണത്തിനു വേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ചതിച്ചും പറ്റിച്ചും വഞ്ചിച്ചും ഒക്കെ പണം സമ്പാദിച്ചിട്ട് അതൊക്കെ വലിയ മിടുക്കാണ് എന്ന് വിചാരിച്ച് തൽക്കാലം കിട്ടുന്ന സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നവരെ സാധാരണക്കാരായ ആളുകൾ ശ്രദ്ധിക്കാറുള്ളൂ. എന്നാൽ അതിനുശേഷം അവരും അവരുടെ കുടുംബത്തിലുള്ളവരും അനുഭവിക്കുന്നതും നരകിക്കുന്നതും അധികം ആരും അറിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നീ എന്തൊക്കെ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന്. എന്ന് വെച്ചാൽ ചതിക്ക് പിന്നിൽ ഒരു അടിസ്ഥാന തത്വമുണ്ട്, അല്ലെങ്കിൽ ഒരു അടിസ്ഥാന മനഃശാസ്ത്രമുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ചതിച്ച് നേടിയതൊന്നും നേരാവണ്ണം അനുഭവിച്ചവർ ഈ ഭൂമി മലയാളത്തിൽ ഇതുവരെ ജനിച്ച് ജീവിച്ച് മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നീ ചെയ്തതൊക്കെ നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും.